എല്ലാവർക്കും ജുറാസ് കൊമേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാളത്തെ ബിസിനസ് റിസർച്ച് മെത്തേഡ്സ് എക്സാമിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഏരിയ ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങളിൽ ഒട്ടുമിക്ക ആളുകളും സ്കിപ്പ് ചെയ്ത അല്ലെങ്കിൽ കൺഫ്യൂഷൻ അടിച്ചിരിക്കുന്ന ഒരു ടോപ്പിക് ആയിരിക്കും മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ റെഫർ ചെയ്യുമ്പോൾ മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗിൽ നിന്ന് എസ് എ അല്ലെങ്കിൽ ഷോർട്ട് എസ് എ അതും അല്ലെങ്കിൽ 2 മാർക്കിന് എന്തെങ്കിലും ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ഏരിയയിൽ നിന്ന് ചോദിക്കാതെ പോയിട്ടില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു ഏരിയ ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കുകയാണ് ഈ വീഡിയോയിലൂടെ. ആക്ച്വലി ഇതൊരു സിമ്പിൾ ഏരിയ ആണ് മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ്. നമുക്ക് ഈ ഒരു ഷോർട്ട് നോട്ട് ഉപയോഗിച്ചുകൊണ്ട് വളരെ സിമ്പിളായിട്ട് മെഷർമെൻറ്റ് ആൻഡ് സ്കെയിലിംഗ് പഠിച്ചെടുക്കാം. ആദ്യം ഈ ഒരു ഏരിയയിൽ നിന്ന് 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുള്ള ക്വസ്റ്റ്യൻസ് നോക്കാം. ആദ്യം തന്നെ മെഷർമെൻറ്റ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിംസ് ടു ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് നമ്മൾ നമ്പറോ നെയിമോ അസൈൻ ചെയ്യുന്ന ആ ഒരു രീതിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. വളരെ സിമ്പിളാണ്. അപ്പോൾ മെഷർമെൻറ്റ് എന്താണെന്ന് പഠിച്ചു വെച്ചോളൂ. സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിം. അതാണ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിം ടു ഒബ്ജക്ട്സ്. ഏതെങ്കിലും ഒരു ഒബ്ജക്ട്സിന് അല്ലെങ്കിൽ ഏതൊരു സാധനത്തിന് നമ്മളൊരു നമ്പറോ അല്ലെങ്കിൽ ഒരു നെയിമോ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ കൂടെ അതൊരു സിസ്റ്റമാറ്റിക് വേ ആണ് അല്ലെങ്കിൽ ഒരു സിസ്റ്റമാറ്റിക് മെത്തേഡ് ആണെന്ന് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കുന്നു. അപ്പോൾ മെഷർമെൻറ്റ് മീൻസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിംസ് ടു ഒബ്ജക്റ്റ്. അപ്പോൾ മെഷർമെൻ്റ് എന്ന് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓർമ്മ വരേണ്ടത് നമ്പറോ നെയിമോ അസൈൻ ചെയ്ത് കൊടുക്കുകയാണ്. ആ ഒരു സംഭവമാണ് അവിടെ വേണ്ടു. ഓക്കെ. ദെൻ സ്കെയിലിംഗ്. ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വേരിയസ് തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ഒരു ടെക്നിക്കാണ് സ്കെയിലിംഗ്. അപ്പോൾ വാട്ട് ഈസ് മെഷർമെൻറ്റ്, സ്കെയിൽ എന്നൊക്കെ ചിലപ്പോൾ ചോദിക്കും, രണ്ടും കൂടെ കമ്പൈൻ ചെയ്തിട്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് രണ്ടായിട്ടും എഴുതാൻ പറ്റും. ഓക്കെ. അപ്പോൾ മെഷർമെൻറ്റും പഠിച്ചു, സ്കെയിലിങ്ങും പഠിച്ചു. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിംസ് ടു ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് നമ്പറോ നെയിമോ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് മെഷർമെൻറ്റ് എന്ന് പറയുന്നത്. ദെൻ സ്കെയിലിംഗ്. സ്കെയിലിംഗ് എന്ന് വെച്ചാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ്. മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് സ്കെയില്, അല്ലെ അളക്കാൻ വേണ്ടിയിട്ടാണ് സ്കെയില്, അല്ലേ? അത് നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണല്ലോ. അതേപോലെ ഓർത്താൽ മതി. മെഷർമെൻറ്റ് എന്നുള്ള സ്കെയിലിംഗ് എന്താണെന്ന് ചോദിച്ചാൽ യൂസ്ഡ് ഫോർ മെഷറിംഗ്, അത് മെഷർമെൻറ്റിന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം വേണം. അപ്പോൾ മെഷർമെൻറ്റും സ്കെയിലിങ്ങും ഇനി നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഇല്ല, ആരും പഠിക്കാതെയും പോകുന്നില്ല. മെഷർമെൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്പറോ നെയിമോ ഒരു ഒബ്ജക്റ്റിന് അസൈൻ ചെയ്ത് കൊടുക്കുന്നു. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ യൂസ് ചെയ്യുന്നത് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് സ്കെയിലിങ്ങിൻ്റെ 4 ടൈപ്സ് ഉണ്ട്. നോമിനൽ, ഓർഡിനൽ, ഇൻ്റർവെൽ, റേഷ്യോ. ഈ 4-ൽ ഏതെങ്കിലും ഒന്നെങ്കിലും 2 മാർക്കിന് ചോദിക്കാൻ സാധ്യതയുണ്ട്. നമുക്കത് പഠിച്ചു വെക്കാം. Nominal scale, it is a system of assigning numbers to label or categorize events. ഒരു ഇവൻറ്റ് കാറ്റഗറൈസ് ചെയ്യാനോ അല്ലെങ്കിൽ ലേബൽ ചെയ്യാനോ, ലേബലാണോ ഓർത്ത് വെക്കേണ്ടത്, ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുന്നതിനെയാണ് നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്കത് കുറച്ചുകൂടെ സിമ്പിളായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ഞാനൊരു എക്സാമ്പിൾ പറയാം. നമ്മുടെ ഫുട്ബോൾ പ്ലെയേഴ്സ് അല്ലെങ്കിൽ വോളിബോൾ പ്ലെയേഴ്സ്, അവർക്ക് നമ്മൾ 1 2 3 4 എന്ന് നമ്പർ അസൈൻ ചെയ്ത് കൊടുക്കുന്നില്ലേ? നിങ്ങൾ ജേഴ്സീൻ്റെ മുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവുമല്ലോ. അതിനെയാണ് നോമിനൽ സ്കെയിൽ എന്ന് പറയുന്നത്. നമ്പർ എന്തിനു വേണ്ടിയിട്ടാ? അതിനെ ഐഡൻറ്റിഫൈ ചെയ്യാൻ അല്ലെങ്കിൽ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പം ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ്. മെയിനായിട്ട് ചെയ്യേണ്ടത് ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു എന്നുള്ളത് കോമൺ ആണ്. 4 സ്കെയിൽ ചോദിച്ചാലും ആദ്യത്തെ ലൈന് നിങ്ങൾക്ക് എന്ത് എഴുതാം? ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു. പിന്നെ എവിടെയാണ് മാറ്റം വരുന്നത്? ഞാൻ അവിടെ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ആ ഹൈലൈറ്റ് ചെയ്തത് അതേപോലെ പഠിച്ചു വെച്ചോളൂ. നോമിനൽ സ്കെയിൽ ആണെങ്കിൽ ലേബൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇനി ഓർഡിനൽ നോക്കാം. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു റാങ്ക് ഓർ ഓർഡർ. ഓർ നോമിനൽ എന്ന് പറയുമ്പോൾ ലേബൽ, നോമിനൽ ലേബൽ, ഓർഡിനൽ ഓർഡർ. അടുത്തത് ഇൻ്റർവെൽ. ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു മെഷർ എക്സാക്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇവൻറ്റ്സ്. ഇവൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നത്? ഇൻ്റർവെൽ. ഇപ്പോൾ 10 മുതൽ 20 വരെ, 20 മുതൽ 30 വരെ, ആ ഒരു ഇൻ്റർവെൽ ഉണ്ടല്ലോ, അതിനെയാണ് നമ്മൾ ഇൻ്റർവെൽ സ്കെയിൽ എന്ന് പറയുന്നത്. എക്സാക്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇവൻറ്റ്സ്, ഇവൻറ്റ്സ് തമ്മിലുള്ള ഡിഫറൻസസ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തതാണ് റേഷ്യോ സ്കെയിൽ. ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു മെഷർ എക്സാക്ട് ഡിഫറൻസസ് വിത്ത് എ ട്രൂ 0 പോയിന്റ്. അതിലെന്തുണ്ടാവും? ഒരു 0 പോയിന്റ് നിന്ന് തുടങ്ങിയിട്ടായിരിക്കും. അതിനെയാണ് റേഷ്യോ സ്കെയിൽ. നോമിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു ലേബൽ ഇവൻറ്റ്സ്.
നമ്പർ ലേബിൾ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു റാങ്ക് ഓർ ഓർഡർ ഇവൻറ്റ്സ്. ഓർഡർ എന്ന് ഓർത്താൽ മതി, റാങ്കും കൂടെ കൊടുത്തോളൂ കേട്ടോ, റാങ്ക് എഴുതിയാലേ മാർക്ക് കിട്ടുന്നുണ്ടാവുള്ളൂ ചിലപ്പോൾ. ഓർഡിനൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു റാങ്ക് ഓർ ഓർഡർ ഇവൻറ്റ്സ്. ഇന്റർവെൽ സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു മെഷർ എക്സാക്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇവൻറ്റ്സ്. റേഷ്യോ സ്കെയിലോ മെഷർ എക്സാക്ട് ഡിഫറൻസസ് വിത്ത് എ ട്രൂ 0 പോയിന്റ്. പിന്നെ ലിക്കേർഡ് സ്കെയിലും കൂടെ പഠിച്ചു വെച്ചോളൂ. ലിക്കേർഡ് സ്കെയിൽ ഈസ് എ റേറ്റിംഗ് സ്കെയിൽ. അതൊരു റേറ്റിംഗ് സ്കെയിലാണ്. യൂസ്ഡ് ടു മെഷർ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ ഓർ ഫീലിങ്സ്. നമ്മുടെ ഈ ഫീലിങ്സ്, ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ മുതലായ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റേറ്റിംഗ് സ്കെയിലിനെയാണ് ലിക്കേർഡ് സ്കെയിൽ എന്ന് പറയുന്നത്. ലിക്കേർഡ് സ്കെയിൽ ഒരു റേറ്റിംഗ് സ്കെയിലാണ്. യൂസ്ഡ് ടു മെഷർ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ ഓർ ഫീലിങ്സ്. ഓക്കെ, അപ്പോൾ ഒരുപാട് പേര് സ്കിപ്പ് ചെയ്ത ഒരു ടോപ്പിക് ആയിരിക്കും ഇത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇത് പഠിച്ചെടുക്കാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ആ കാര്യം നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. കാരണം നിങ്ങൾ ഓൾറെഡി പഠിക്കാതെ മാറ്റിവെച്ച സ്കെയിലിംഗ് ആൻഡ് മെഷർമെന്റ് നിങ്ങൾക്ക് ഇപ്പോൾ പഠിക്കാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങളുടെ ആ ഒരു വാല്യുബിൾ കമന്റ്സ് നിങ്ങൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് 6th സെമസ്റ്ററിലൊക്കെ ഒരുപാട് പേപ്പേഴ്സ് ഉള്ളതാണ്. ടാക്സ്, GST പോലെയുള്ള, ഓഡിറ്റിംഗ് പോലെയുള്ള ടഫ് പേപ്പേഴ്സ് ഉള്ളതാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോസ് ഒക്കെ നമ്മൾ നേരത്തെ അപ്ലോഡ് ചെയ്യും. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും. ഓക്കെ, അപ്പോൾ ലിക്കേർഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ റേറ്റിംഗ് സ്കെയിലാണ്. യൂസ്ഡ് ടു മെഷർ ആറ്റിറ്റ്യൂഡ്, ഒപ്പീനിയൻ ഓർ ഫീലിങ്സ്. അപ്പോൾ നമുക്ക് ഒന്നുകൂടെ ആ 5 മാർക്ക് നോക്കാം. എൻ്റെ കൂടെ തന്നെ നിങ്ങൾ പഠിച്ചെടുത്തോളൂ. ആദ്യം മെഷർമെന്റ്. ഇറ്റ് ഈസ് എ സിസ്റ്റമാറ്റിക് വേ ഓഫ് അസൈനിങ് നമ്പേഴ്സ് ഓർ നെയിംസ് ടു ഒബ്ജക്റ്റ്. ഒരു ഒബ്ജക്റ്റിന് നമ്പറോ നെയിമോ അസൈൻ ചെയ്യുന്ന ആ ഒരു രീതിനെയാണ് മെഷർമെന്റ് എന്ന് പറയുന്നത്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ്ഡ് ഫോർ മെഷറിംഗ് വേരിയസ് തിങ്സ്. ഒരുപാട് കാര്യങ്ങൾ മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് അല്ലെങ്കിൽ ഒരു ഡിവൈസ് ആണ് സ്കെയിലിംഗ്. നോമിനൽ സ്കെയിൽ, നോമിനൽ, ലേബൽ, അങ്ങനെ ഓർത്ത് വെക്കുക കേട്ടോ. നോമിനൽ ഒന്നും ഓർമ്മ വന്നിട്ടില്ലെങ്കിൽ ലേബൽ ഓർക്കുക. പരീക്ഷ ഹോളിന് ഓർമ്മ വരും, ഉറപ്പാണ്. ഓക്കെ, നോമിനൽ, ലേബൽ. ഓർഡിനൽ, ഓർഡർ. ഇന്റർവെൽ സ്കെയിലോ ഡിഫറൻസസ്, എക്സാക്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇവന്റ്സ്. റേഷ്യോ സ്കെയിലോ ഡിഫറൻസസ് വിത്ത് ട്രൂ 0 പോയിന്റ്. ലിക്കേർഡ് സ്കെയിലോ അതൊരു റേറ്റിംഗ് സ്കെയിലാണ്. യൂസ്ഡ് ടു മെഷർ ഒപ്പീനിയൻ, ആറ്റിറ്റ്യൂഡ് ആൻഡ് ഫീലിങ്സ്. നമുക്ക് ഈ മൊഡ്യൂളിലെ 5 മാർക്ക് ക്വസ്റ്റ്യൻ നോക്കാം. വാട്ട് ആർ ദ എസെൻഷ്യൽസ് ഓഫ് മെഷർമെന്റ് സ്കെയിൽ? 2017 വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. വാട്ട് ആർ ദി എസെൻഷ്യൽസ് ഓഫ് മെഷർമെന്റ് സ്കെയിൽ? മെഷർമെന്റ് എന്താണെന്ന് എഴുതുക, സ്കെയിലിംഗ് എന്താണെന്ന് എഴുതുക. അതിന്റെ ഫീച്ചേഴ്സ്, ക്യാരക്ടറിസ്റ്റിക്സ്, ഒബ്ജക്റ്റീവ്, എസെൻഷ്യൽസ് അല്ലെങ്കിൽ ഇമ്പോർട്ടൻസ്, ഇതൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റിയ പോയിന്റ് ആണ്. വാലിഡിറ്റി, മെഷറബിലിറ്റി, റിലയബിലിറ്റി, ലീനിയറിറ്റി, പ്രാക്ടിക്കബിലിറ്റി, ആക്യുറസി. എക്സ്പ്ലനേഷൻ ഒന്നും പറയുന്നില്ല, നിങ്ങൾ ഇത് കൊടുക്കണം. 5 മാർക്കിനാണെങ്കിൽ തീർച്ചയായിട്ടും ഈ 6 പോയിന്റിലും എക്സ്പ്ലനേഷൻ കൊടുക്കണം. അതൊരു ഫ്ലോയിൽ, ഒരു താളത്തിൽ പഠിച്ചെടുക്കാൻ പറ്റും. എന്താണ് ഗുഡ് മെഷർമെന്റ് സ്കെയിലിംഗിന്റെ അല്ലെങ്കിൽ മെഷർമെന്റ് സ്കെയിലിന്റെ എസെൻഷ്യൽസോ ഫീച്ചേഴ്സ്? അതൊക്കെ വാലിഡിറ്റി, മെഷറബിലിറ്റി, റിലയബിലിറ്റി, ലീനിയറിറ്റി, പ്രാക്ടിക്കബിലിറ്റി, ആക്യുറസി. Then what is measurement? What are the levels of measurement? ഒരു വർഷം 5 മാർക്കിന് ചോദിച്ചതാണ്. ടൈപ്സ് ഓഫ് മെഷർമെന്റ് ചോദിച്ചാലും, ലെവൽസ് ഓഫ് മെഷർമെന്റ് ചോദിച്ചാലും, ക്ലാസിഫിക്കേഷൻ ഓഫ് മെഷർമെന്റ് സ്കെയിൽ ചോദിച്ചാലും എല്ലാം സെയിം ആൻസർ ആണ്. ദർ ആർ 4 ടൈപ്സ് ഓഫ് അല്ലെങ്കിൽ ലെവൽസ് ഓഫ് മെഷർമെന്റ് സ്കെയിൽ. നോമിനൽ, ഓർഡിനൽ, ഇന്റർവെൽ, റേഷ്യോ. നമ്മൾ ഓൾറെഡി പഠിച്ചു. 2 മാർക്കിന് വേണ്ടി പഠിച്ചതാണ്. 5 മാർക്കിനും ചോദിക്കും. നോമിനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു ലേബൽ ഓർ കാറ്റഗറൈസ് ഇവന്റ്സ്. ഓർഡിനൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു റാങ്ക് ഓർ ഓർഡർ ഇവന്റ്സ്. ഇന്റർവെൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു മെഷർ എക്സാക്ട് ഡിഫറൻസസ് ബിറ്റ്വീൻ ഇവന്റ്സ്. റേഷ്യോ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ സിസ്റ്റം ഓഫ് അസൈനിങ് നമ്പേഴ്സ് ടു മെഷർ എക്സാക്ട് ഡിഫറൻസസ് വിത്ത് എ ട്രൂ 0 പോയിന്റ്. ഉറപ്പായിട്ടും ഇത് നിങ്ങൾ ഇപ്പം തന്നെ പഠിച്ചെടുക്കണം. എനിക്ക് തോന്നുന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഈ ഒരു ഏരിയ. പഠിച്ചു കഴിഞ്ഞാൽ ആ കാര്യം കൂടെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നോമിനലും, ഓർഡിനലും, ഇന്റർവെല്ലും, റേഷ്യോ. നോമിനൽ, ലേബൽ. ഓർഡിനൽ, ഓർഡർ. ഇന്റർവെൽ, എക്സാക്ട് ഡിഫറൻസ്. റേഷ്യോ, ഡിഫറൻസ് വിത്ത് ട്രൂ 0 പോയിന്റ്. ഓക്കെ, അങ്ങനെ ഒരു 3-4 പ്രാവശ്യം പറഞ്ഞങ്ങ് നോക്ക്. എന്നാൽ പിന്നെ എക്സാം ഹോളിൽ നിന്ന് കിട്ടിക്കോളും. ദെൻ വാട്ട് ആർ ദ സോഴ്സസ് ഓഫ് എറേഴ്സ് ഇൻ മെഷർമെന്റ്? നമ്മളൊരു കാര്യം മെഷർ ചെയ്യുമ്പോൾ, മെഷർമെന്റ് നടത്തുമ്പോൾ എന്തൊക്കെ എറർ വരാൻ സാധ്യതയുണ്ട്? ഇതുവരെ ചോദിച്ചിട്ടില്ല ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ. പഠിച്ചു വെച്ചോളൂ. റെസ്പോണ്ടൻസ് റിലക്റ്റൻസ്, സിറ്റുവേഷണൽ ഫാക്ടേഴ്സ്, ഫോൾട്ട് വിത്ത് ഇന്റർവ്യൂവർ, ഡിഫക്റ്റീവ് മെഷർമെന്റ്, ലാക്ക് ഓഫ് ട്രെയിനിങ് ഓർ എക്സ്പെർട്ടൈസ്.
ദെൻ എക്സ്പ്ലെയിൻ ലിക്കേർഡ് സ്കെയിൽ ഇൻ ഡീറ്റെയിൽ. ലിക്കേർഡ് സ്കെയിലിനെ കുറിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ്. ലിക്കേർഡ് സ്കെയിൽ നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ലിക്കേർഡ് സ്കെയിൽ ഈസ് എ റേറ്റിംഗ് സ്കെയിൽ യൂസ്ഡ് ടു മെഷർ ആറ്റിറ്റ്യൂഡ്സ്, ഒപ്പീനിയൻ ഓർ ഫീലിങ്സ്. ഇപ്പോൾ ഒപ്പീനിയൻ, ഫീലിംഗ്, ആറ്റിറ്റ്യൂഡ് തുടങ്ങിയ ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് മെഷർ ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു റേറ്റിംഗ് സ്കെയിലാണ് ലിക്കേർഡ് സ്കെയിൽ. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ വിത്ത് റേഞ്ച് ഓഫ് റെസ്പോൺസ് ഓപ്ഷൻ. ഒരുപാട് ക്വസ്റ്റ്യനും അതിൻ്റെ ഒരു റെസ്പോൺസ് ഓപ്ഷനുമുള്ള ആ ഒരു ടൈപ്പിലുള്ള ഒരു സ്കെയിലിംഗ് ടെക്നിക്കാണ് ലിക്കേർഡ് സ്കെയിൽ. അടുത്ത സെമ്മിൽ, 6th സെമ്മിൽ നിങ്ങൾ പ്രോജക്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ യൂസ് ചെയ്യും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആവും. ലിക്കേർഡ് സ്കെയിലിൻ്റെ മെറിറ്റ്സ് ആണ് ഈസി ടു കൺസ്ട്രക്ട്, നമുക്കത് പെട്ടെന്ന് കൺസ്ട്രക്ട് ചെയ്യാം. റിലയബിൾ ആണ്. വൈഡ്ലി യൂസ്ഡ് ബൈ റിസർച്ച് സ്റ്റുഡൻസ്. റിസർച്ച് സ്റ്റുഡൻസ് സാധാരണയായിട്ട് കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു സ്കെയിലിംഗ് ടെക്നിക്കാണിത്. ലെസ് ടൈം റിക്വയർഡ് ടു കൺസ്ട്രക്ട്. ലിക്കേർഡ് സ്കെയിൽ കൺസ്ട്രക്ട് ചെയ്യാൻ കുറച്ച് ടൈം മാത്രം മതി. ദെൻ അതിൻ്റെ ലിമിറ്റേഷൻ എന്തൊക്കെയാണ്? ഇറ്റ് ഈസ് ഡിഫിക്കൽട്ട് ഇൻ അനാലിസിസ്. അനാലിസിസിന് ഡിഫിക്കൽട്ടാണ്. ഇറ്റ് ഹാസ് സെൻട്രൽ ടെൻഡൻസി ബയാസ്. അതിനൊരു സെൻട്രൽ ടെൻഡൻസി ബയാസ് വരാം. ഇറ്റ് ഹാസ് ലാക്ക് ഓഫ് ക്ലാരിറ്റി. ചില സമയത്ത് അതിന് ക്ലാരിറ്റി കുറവാണെന്ന് നമുക്ക് പറയാം. ഇത്രയുമാണ് ലിക്കേർഡ് സ്കെയിൽ. ഏകദേശം നിങ്ങൾക്ക് ലിക്കേർഡ് സ്കെയിലിനെ കുറിച്ചൊരു ഐഡിയ കിട്ടിയില്ലേ? അതൊരു റേറ്റിംഗ് സ്കെയിലാണ്. ക്വാളിറ്റേറ്റീവ് ഫാക്ടേഴ്സ് ആയ ആറ്റിറ്റ്യൂഡും ഒപ്പീനിയനും ഫീലിങ്സും എല്ലാമാണ് ലിക്കേർഡ് സ്കെയിൽ മെഷർ ചെയ്യുന്നത്. അതൊരു സീരീസ് ഓഫ്, സീരിയസ് അല്ല കേട്ടോ, അവിടെ സീരിയസ് എന്നാണ് എന്നോട് ടൈപ്പ് ചെയ്ത് പോയത്, സീരീസ് എന്നാണ് കേട്ടോ, ഓട്ടോ ഇതായിട്ട് വന്നതായിരിക്കും. ഇറ്റ് ഈസ് എ സീരീസ് ഓഫ് ക്വസ്റ്റ്യൻ. ഒരു കൂട്ടം ക്വസ്റ്റ്യൻ ആണ് ഉണ്ടാവുക, അതിൻ്റെ റെസ്പോൺസ് ഓപ്ഷനും ഉണ്ടായിരിക്കും. ദെൻ അതിൻ്റെ മെറിറ്റ് ഈസി ടു കൺസ്ട്രക്ട്, ലെസ് ടൈം റിക്വയർഡ് ടു കൺസ്ട്രക്ട്, റിലയബിൾ ആണ്, വൈഡ്ലി റിസർച്ച് സ്റ്റുഡൻസ് യൂസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു മൊഡ്യൂളിൽ നിന്ന് എസ് എ ചോദിച്ചതാണ്. കഴിഞ്ഞ വർഷങ്ങളിലായിട്ട് ഒരൊറ്റ ക്വസ്റ്റ്യനെ എസ് എ ആയിട്ട് കണ്ടിട്ടുള്ളൂ. വാട്ട് ഡു യു മീൻ ബൈ സ്കെയിലിംഗ്? എന്താണ് സ്കെയിലിംഗ്? എക്സ്പ്ലെയിൻ ഫ്രീക്വൻലി യൂസ്ഡ് സ്കെയിലിംഗ് ടെക്നിക്സ് ഇൻ സോഷ്യൽ സയൻസ്. സോഷ്യൽ സയൻസിൽ, അല്ലെങ്കിൽ ചിലപ്പോൾ അത് ഈ പ്രാവശ്യം സോഷ്യൽ സയൻസ് എന്നായിരിക്കില്ല പറയുക, റിസർച്ച് എന്നായിരിക്കും, അല്ലെങ്കിൽ ബിസിനസ് റിസർച്ച് എന്നായിരിക്കും. അതിൽ യൂസ് ചെയ്യുന്ന സ്കെയിലിംഗ് ടെക്നിക്സ് ഏതാണെന്ന്. സ്കെയിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിച്ചു. സ്കെയിലിംഗ് ടെക്നിക്സ് ഈ ഒരു ബോക്സ് എങ്കിലും വരച്ച് വെക്കുക, 4 മാർക്കെങ്കിലും കിട്ടും. 2 രീതിയിലുള്ള സ്കെയിലിംഗ് ടെക്നിക്സ് ആണുള്ളത്, റേറ്റിംഗ് സ്കെയിൽസും റാങ്കിങ് സ്കെയിൽസും. ആദ്യം നമുക്ക് റേറ്റിംഗ് സ്കെയിലിൻ്റെ മീനിങ്ങും അവിടെ കൊടുത്തിട്ടുണ്ട്. ദിസ് ഈസ് യൂസ്ഡ് ടു മെഷർ എൻ ആട്രിബ്യൂട്ട് ബൈ ജഡ്ജ്മെൻറ്റ് ഇൻ റേഞ്ച്. ഒരു റേഞ്ച് വെച്ചുകൊണ്ട്, നമ്മൾ ലിക്കേർഡ് സ്കെയിൽ പറഞ്ഞില്ലേ, അത്തരത്തിലൊരു റേഞ്ച് വെച്ചുകൊണ്ട് ആട്രിബ്യൂട്ട്സിനെ മെഷർ ചെയ്യുന്നതിനെയാണ് റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. റാങ്കിങ് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു ടാപ്പ് പ്രിഫറൻസസ് ബിറ്റ്വീൻ 2 or more ഐറ്റംസ്. 2 അതിലധികമുള്ള ഐറ്റംസിൻ്റെ പ്രിഫറൻസസ് ആണ് കൊടുക്കുന്നത്. ഇപ്പോൾ റേറ്റിംഗ് സ്കെയിൽ വരുന്നതാണ് ഡിച്ചോട്ടമസ് സ്കെയിൽ, കാറ്റഗറി സ്കെയിൽ, ലിക്കേർഡ് സ്കെയിൽ, സെമാൻറ്റിക് സ്കെയിൽ, ഐറ്റമൈസ്ഡ് റേറ്റിംഗ് സ്കെയിൽ, ന്യൂമറിക്കൽ സ്കെയിൽ, ഗ്രാഫിക് റേറ്റിംഗ് സ്കെയിൽ, ഫിക്സഡ് സ്കെയിൽ. റാങ്കിങ്ങിൽ വരുന്നത് പെയർഡ് കമ്പാരിസൺ, കമ്പാരറ്റീവ് സ്കെയിൽ, ഫോഴ്സ്ഡ് ചോയ്സ്, നോൺ കമ്പാരറ്റീവ് സ്കെയിൽ, കണ്ടിന്യൂസ് റേറ്റിംഗ് സ്കെയിൽ, ലൈൻ മാർക്കിംഗ് സ്കെയിൽ. ഇപ്പോൾ പേര് ഓർത്ത് വെക്കുക. ഇത് നിങ്ങൾ ടേബിളായിട്ട് എഴുതണ്ട, അല്ലാതെ എഴുതിക്കുക. ആദ്യം റേറ്റിംഗ് സ്കെയിൽ, അതിൻ്റെ മീനിങ് എഴുതിയിട്ട് 8 പോയിന്റ് എഴുതുക, റാങ്കിങ് എഴുതുക. അപ്പം തന്നെ 1.5 പേജ് ആവും. അപ്പോൾ പേപ്പർ വാല്യൂ ചെയ്യുന്നവർക്ക് നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാമെന്നുള്ളൊരു തോന്നൽ വരും. ഇത് ടേബിളായിട്ട് എഴുതുമ്പോൾ ആകെ ഒരു 1/4 പേജല്ലേ വരുള്ളൂ. അപ്പോൾ നിങ്ങൾ പോയിന്റായിട്ട് എഴുതിക്കോ. എന്നിട്ട് അതിൽ ഇമ്പോർട്ടൻ്റ് ആയതിൻ്റെ ഒക്കെ എക്സ്പ്ലനേഷൻ ഞാനിവിടെ കൊടുത്തിട്ടുണ്ട്. ഡിച്ചോട്ടമസ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് യൂസ്ഡ് ടു റൗട്ട് യെസ് ഓർ നോ ആൻസർ. അപ്പോൾ അത്തരത്തിലുള്ള സ്കെയിലിങ്ങിൽ എന്താ, യെസ് ഓർ നോ ആൻസർ ആയിരിക്കും വരിക. കാറ്റഗറി സ്കെയിൽ എന്ന് പറഞ്ഞാൽ സിംഗിൾ റെസ്പോൺസ് ആയിരിക്കും വരിക. ലിക്കേർഡ് സ്കെയിൽ നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, അതിൻ്റെ അഡ്വാൻറ്റേജും ഡിസഡ്വാൻറ്റേജും ഒക്കെ എഴുതിക്കോ. സെമാൻറ്റിക് സ്കെയിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വേർഡ്സ് ആണ് കൂടുതൽ, നമ്പേഴ്സിനേക്കാൾ കൂടുതൽ വേർഡ്സ് യൂസ് ചെയ്യുന്നതാണ് സെമാൻറ്റിക് സ്കെയിൽ. അങ്ങനെ നമ്മൾ കുറച്ച് സ്കെയിലിൻ്റെ എക്സ്പ്ലനേഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ട് പറയുന്നില്ല. അപ്പോൾ ഒന്ന് പഠിച്ചെടുത്തോളൂ. റേറ്റിംഗ് സ്കെയിലിൽ വരുന്ന ഒരു 8 എണ്ണം പഠിക്കുക, റാങ്കിങ് സ്കെയിലിൽ വരുന്ന ഒരു 6 എണ്ണവും പഠിക്കുക. ഓക്കെ, താങ്ക് യു.